വെൽക്കം ടു മൾട്ടി ട്രേഡ്സ്. ഇന്ന് ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് കൺവേർട്ടിംഗ് യൂണിറ്റ്സ്, കൺവേർഷൻ ഓഫ് കിലോമീറ്റേഴ്സ്, കിലോഗ്രാം ആൻഡ് ലിറ്റേഴ്സ്. എങ്ങനെ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യാം? ഇത് വളരെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്കൊരു സാധനം മേടിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് എത്ര കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു, അതിലെത്ര മീറ്റേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കിലോഗ്രാമിൽ എത്ര മില്ലിഗ്രാം ഉണ്ട് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലപ്പം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കൺവേർഷൻ്റെ ഫോർമുലാസ് ഓർത്തിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള ഈ കൺവേർഷനാണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാർട്ട് ഇപ്പം ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെ കിലോമീറ്ററിൽ നിന്ന് മില്ലിമീറ്ററിലേക്ക് പോകാം, കിലോഗ്രാമിൽ നിന്ന് നാനോഗ്രാമിലേക്ക് പോകാം, പിന്നെ കിലോ ലിറ്ററിൽ നിന്ന് മില്ലി ലിറ്ററിലേക്ക് പോകുന്ന ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു പീസ് ഓഫ് പേപ്പറിൽ വരച്ചെടുത്തിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് കാണുന്ന രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി റൂമിലോ ബെഡ്റൂമിലോ അല്ലെ ടോയ്ലറ്റിൻ്റെ ഡോറിൻ്റെ ബാക്കിലോ എവിടെയെങ്കിലും കാണാവുന്ന രീതിയിൽ ഒട്ടിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ അതെല്ലാം കാണുമ്പോൾ നമ്മൾ ആ കൺവേർഷൻസ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. സോ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. കിലോമീറ്ററിന് ആണ് ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബേസിക്കായിട്ടുള്ള യൂണിറ്റ്സ് ഞാനിവിടെ നോക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂടാതെ വലിയ യൂണിറ്റ്സുകളുണ്ട്, ചെറിയ ചെറിയ യൂണിറ്റ്സുകളുണ്ട്. നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പോകുന്നില്ല. ബേസിക്കായിട്ടുള്ള യൂണിറ്റ്സ് മാത്രമേ ഞാൻ ഈ സ്ലൈഡിൽ കൂടി നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫർദർ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിനുള്ള ലെസൺ പിന്നെ ചെയ്തു തരാം. ഇത് ബേസിക്കായിട്ടുള്ള കൺവേർഷൻ യൂണിറ്റ്സ് മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ. അതുകൊണ്ടാണ് മുകളിൽ 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റേഴ്സ്. പിന്നെ ഒരു മീറ്റർ, ഇത് എപ്പോഴും ഇത് ഓർത്തോണം, ഒരു കിലോമീറ്ററിനെ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. ഇനി നമുക്ക് ചിന്തിക്കാം, ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്റർ. ഇനി ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ. ഒരു കിലോമീറ്റർ ഞാൻ നടന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1000 മീറ്ററാണ് നടന്നത്. അല്ലെങ്കിൽ 1000 × 100 ചെയ്യുവാണെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ നടന്നെന്ന് പറയാം. മനസ്സിലായില്ലേ? സോ നമ്മളൊരു ബിഗ് യൂണിറ്റ്, ഇപ്പം കിലോമീറ്റർ എന്ന് പറയുന്നത് ഇതിന് ഈ 3 യൂണിറ്റിനെ അപേക്ഷിച്ച് ബിഗാണ്. അപ്പം വലിയൊരു യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ കിലോമീറ്റർ ഇപ്പം 1 ആണെങ്കിൽ 1 × 1000 ചെയ്യുവാണെങ്കിൽ നമുക്ക് മീറ്റർ കിട്ടും. സപ്പോസ് ഇത് 2 കിലോമീറ്റേഴ്സ് ആണ്, 2 × 1000 gives you 2000 meters. ഇനിയും ഒരു മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കുവാണല്ലോ, ലെറ്റ്സ് സേ 1 മീറ്റർ. സോ 1 × 100 100 സെൻറ്റിമീറ്റേഴ്സ്. ഇനി 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10 × 10 100 മില്ലിമീറ്റേഴ്സ്. ഇനി മില്ലിമീറ്ററിൽ നിന്ന് നമ്മൾ തിരിച്ച് വലിയ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. സോ മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിവിഷനാണ്. അപ്പോൾ ഇവിടെ മില്ലിമീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഡിവൈഡ് ബൈ 10, സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് പോകണമെങ്കിൽ ഡിവൈഡ് ബൈ 100, മീറ്ററിൽ നിന്ന് കിലോമീറ്റർ പോകണമെങ്കിൽ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി. ഇനി നമ്മൾ നോക്കുന്ന കിലോഗ്രാം ടു നാനോഗ്രാം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിലും വലുതുകൊണ്ട് ചെറുതും യൂണിറ്റ്സ് ഉണ്ട്. നമ്മൾ പക്ഷേ ഇത് ബേസിക്കായിട്ട് ഇത് നോക്കുന്നു. ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്. ഒരു ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം. ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് 1000 മൈക്രോഗ്രാം. ഒരു മൈക്രോഗ്രാം എന്ന് പറയുന്നത് 1000 നാനോഗ്രാം. സോ ഇതിങ്ങനെയാണ് ഇതിൻ്റെ കൺവേർഷൻ പോകുന്നത്. സോ നമ്മൾ ആ ഓർഡർ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്കറിയാം ഇതെല്ലാം മൾട്ടിപ്ലൈ ബൈ 1000 വരുന്നത്. ഇനി ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകണമെങ്കിലോ നമ്മൾ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി. ബേസിക്കായിട്ട് നമ്മൾ കിലോഗ്രാമും ഗ്രാമും മില്ലിഗ്രാമും വരുന്നത്. മൈക്രോഗ്രാമും നാനോഗ്രാമും ഒക്കെ ഡിഗ്രിക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ എടുക്കുന്നവർക്കാണ് അത് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് വരുന്നത്. മെഡിസിനും അങ്ങനെയൊക്കെ പോകുന്നവർക്കാണ് കൂടുതലായിട്ട് ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് കിലോ ലിറ്ററിലേക്കാണ്. കിലോ ലിറ്റർ എന്ന് പറയുന്നത്
1000 കിലോ, ഒരു കിലോ ലിറ്റർ എന്ന് പറയുന്നത് 1000 ലിറ്ററാണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ml. ഇനി ഇതിൽ നിന്ന് തിരിച്ചു പോകണമല്ലോ, നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം മുകളിലത്തെ ഒറ്റ കൺവേർഷൻ കിലോമീറ്റർ മീറ്റർ ലെങ്ത്തിന് മാത്രമുള്ള 1000, 100, 10 വരുന്നത്. ബാക്കി എല്ലായിടത്തും നമ്മൾ 1000ൻ്റെ കൺവേർഷൻസാണ് വരുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇപ്പം ഒരു ക്വസ്റ്റ്യൻ വരിക, 2 കിലോമീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലാക്കാൻ പറയണം. നമുക്കറിയണം നമ്മൾ 2 പ്രാവശ്യം ഇത് ജമ്പ് ചെയ്യണം. ആദ്യം 1000, പിന്നെ 100. ഇനി സെൻറ്റിമീറ്ററിൽ നിന്ന് കിലോമീറ്റർ ആണേലോ, ആദ്യം മീറ്റർ ഡിവൈഡ് ചെയ്യുക ബൈ 100, പിന്നെ അവിടെ നിന്ന് ഡിവൈഡ് ബൈ 1000. ആ ജമ്പ് എങ്ങനെ പോകണമെന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ഈ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും തന്നിട്ടുണ്ട്. നമുക്ക് ക്വിക്കായിട്ടൊന്ന് കണ്ടുപോകാം. സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കാനാണ് പറയുന്നത്. സെൻറ്റിമീറ്റർ ഇവിടെയുണ്ട്. മില്ലിമീറ്റർ ആണെങ്കിൽ ടൈംസ് ബൈ മൾട്ടിപ്ലൈ ബൈ 10. സോ 3.9 × 10 ഈസ് 39. 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 4 × 10 40 millimeter. 2 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാം. മീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കണ്ടത് × 100. മീറ്റർ ടു സെൻറ്റിമീറ്റർ ഈസ് 100. അതുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് 200 സെൻറ്റിമീറ്റേഴ്സ്. 100 millimeterനെ സെൻറ്റിമീറ്റർ ആക്കണമല്ലോ. സോ മില്ലിമീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലേക്ക് പോകണം. ഇറ്റ്സ് എ ബിഗ് നമ്പർ. സോ millimeter to centimeter is a big number. So divide by 10. 8 കിലോയെ ഗ്രാം. അപ്പോൾ 1 കിലോ എന്ന് പറയുന്നത് 1000 ഗ്രാമാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ 8 കിലോ എന്ന് പറയുന്നത് 8000 ഗ്രാം. 2000 ഗ്രാമിനെ കിലോഗ്രാം ആക്കണമെങ്കിൽ 2000 ഗ്രാമിൽ നിന്ന് കിലോഗ്രാമിലേക്ക് പോകണമെങ്കിൽ ഡിവൈഡ് ബൈ 1000. 10000 ml നിന്ന് ലിറ്ററിലേക്ക് പോകണമെങ്കിൽ ഡിവൈഡ് ബൈ 1000. 5 ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 1000. 8 കിലോഗ്രാം 900 ഗ്രാം ഉണ്ടെങ്കിൽ അത് ഓൾ ടുഗദർ ഗ്രാമിൽ എഴുതണമെങ്കിൽ 8900 ഗ്രാംസ് എന്ന് എഴുതാം. അതുപോലെ 9630 ഗ്രാമിനെ 9 കിലോയും 630 ഗ്രാമുമായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ബേസിക് കൺവേർഷൻസാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ ഉപയോഗപ്രദമാണ്. സോ ഈ ചാർട്ട് നിങ്ങൾ മറക്കാതെ തന്നെ കോപ്പി ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കുക ഈ ചാനലിനെ പറ്റി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.